ലോകമാകുന്ന നാടകശാലയിലെ അഭിനേതാക്കളാണ് നാം ഓരോരുത്തരും. വില്യം ഷേക്സ്പിയറിന്റെ ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന സോണറ്റാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ സോണറ്റ് അദ്ദേഹത്തിന്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിലെ ഒരു മൊണോലോഗാണ്. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകം ഒരു പാസ്റ്ററൽ കോമഡിയാണ്. ഈ നാടകത്തിൽ ജാക്വസ് എന്ന കഥാപാത്രമാണ് ഈ മൊണോലോഗ് അവതരിപ്പിക്കുന്നത്. ഈ മൊണോലോഗ് അല്ലെങ്കിൽ ഈ സോണറ്റ് 1623 അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫോളിയോയിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ സോണറ്റിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ആണ്. ആൻഡ് ലൈഫ് ഈസ് എ പ്ലേ, നാടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകമാണ്. ആൻഡ് വി ആർ ഓൾ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് പ്ലേ, ഈ നാടകത്തിലെ കഥാപാത്രങ്ങളാണ് നാം ഓരോരുത്തരും. പല പല റോളുകൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ പല പല റോളുകളിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ് ഈ കഥയിൽ ഈ സോണറ്റിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇതിൽ മനുഷ്യന്റെ 7 സ്റ്റേജസ് വിവരിക്കുന്നു. അദ്ദേഹം മനുഷ്യന്റെ 7 ഘട്ടങ്ങളാണ് അദ്ദേഹം ഈ കവിതയിൽ ഈ സോണറ്റിൽ വിവരിക്കുന്നത്. കവിതയിലേക്ക് പോകാം. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്, ഒരു നാടകശാലയാണ്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്, ഈ നാടകശാലയിലെ ഓരോ സ്ത്രീ പുരുഷനും ഓരോ വ്യക്തികളും മിയർലി പ്ലേയേഴ്സ്, വെറും അഭിനേതാക്കളാണ്, കളിക്കാർ മാത്രമാണ്. ദേ ഹാവ് ദെയർ എക്സിസ് ആൻഡ് ദെയർ എൻട്രൻസസ്, അവർക്ക് അവരുടേതായിട്ടുള്ള വരവും അതേപോലെ സ്റ്റേജിലേക്ക് കടന്നു വരുന്നതും സ്റ്റേജിൽ നിന്ന് വിട്ടുപോകുന്നതുമായിട്ടുള്ള അവസരങ്ങളുണ്ട്. ദാറ്റ് മീൻസ് ജനനം, മരണം. ഇവിടെ എക്സിറ്റ് ആൻഡ് എൻട്രൻസ് മീൻസ്, എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവ്, ഈ ഭൂമിയിലേക്ക് വരിക, ജനിക്കുക. ആൻഡ് എക്സിറ്റ് മീൻസ് മറഞ്ഞു പോകുക അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് വിട്ടുപോകുക. ദാറ്റ് മീൻസ് ഡെത്ത്, മരണവും ജനനവും. ദെൻ ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്, ഇനി ഒരു മനുഷ്യൻ തന്നെ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് തന്നെ, ഒരു കഥാപാത്രം തന്നെ, ഹി പ്ലേസ് മെനി പാർട്സ്, പല പല ഘട്ടങ്ങൾ അല്ലെങ്കിൽ പല റോളുകൾ അയാൾക്ക് അഭിനയിക്കേണ്ടതായി വരുന്നു. ഹിസ് ആക്ട്സ് ബീയിങ് 7 ഏജസ്, അയാളുടെ ആക്ട് ഒരു നാടകത്തിലെ ആക്ടുകളെ പോലെ തന്നെ ജീവിതത്തിനും പല പല ആക്ടുകളുണ്ട്. ആൻഡ് ഹി ഹാസ് 7 സ്റ്റേജസ് ഓർ 7 ഏജസ്. ഈച്ച് പേഴ്സൺ ഹാസ് ഡിഫറെൻറ്റ് റോൾസ് ടു പെർഫോം, ഓരോ വ്യക്തിക്കും അഭിനയിക്കേണ്ടതായ പല പല റോളുകളുണ്ട്. അറ്റ് ഫസ്റ്റ് ദ ഇൻഫൻറ്റ്, ആദ്യമായിട്ട് ഒരു ഇൻഫൻറ്റ്, ഒരു ശിശുവായിട്ടാണ് ജനനം അല്ലെങ്കിൽ ശിശുവിൻ്റെ റോളാണ്. പിന്നീട് മ്യൂയിങ് ആൻഡ് പക്കിങ് ഇൻ ദ നേഴ്സസ് ആംസ്, തൻ്റെ നേഴ്സിൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ സഹായിയുടെ കൈകളിലേക്ക് ഛർദ്ദിക്കുന്ന, പാല് വൊമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ചെറിയ ശിശു, ഒരു ചെറിയ കുട്ടിയായിട്ടുള്ള ആ റോളാണ് ആദ്യത്തെ റോള്. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്. സെക്കൻഡ് റോൾ എന്ന് പറയുന്നത് ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ്. വൈനിങ് മീൻസ് ക്രൈം, എപ്പോഴും മടിയുള്ള അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സ്കൂൾ കുട്ടി. ഭയങ്കര മടിയാണ് സ്കൂളിൽ പോകാൻ. ചെറിയ കുട്ടികളെ വലിച്ചഴിച്ച് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ചെറിയ LKG UKG പഠിക്കുന്ന ആ ഒരു പ്രായം, ആ കുട്ടി ഹീസ് നോട്ട് റെഡി ടു ഗോ ടു സ്കൂൾ, അങ്ങനെയുള്ള അവസ്ഥ. ആൻഡ് വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ. സാച്ചൽ മീൻസ് ബാഗ് ഹാവിങ് സ്റ്റിപ്സ് ഓൺ 2 ഷോൾഡേഴ്സ്, 2 ഷോൾഡറിലും നിറയെ പുസ്തകങ്ങളൊക്കെ ആയിട്ട് 2 ഷോൾഡറിൽ ഇടാൻ പറ്റുന്ന ബാഗും ഒക്കെ ആയിട്ട് അവനേക്കാളിലും വെയിറ്റുള്ള ബാഗും തൂക്കി സ്കൂളിലേക്ക് പോകുന്ന കുട്ടി. ആ ഒരു അവസ്ഥയാണ്, ആ ഒരു റോളാണ് അവൻ്റെ സെക്കൻഡ് റോൾ. പക്ഷെ അവൻ്റെ മുഖം ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്, പക്ഷെ അവൻ്റെ മുഖം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ മോർണിംഗ് ഫേസ്. ഹിസ് ഫേസ് ഈസ് ബ്രൈറ്റ് ആൻഡ് ഷൈനിങ്, അവൻ്റെ മുഖം വളരെയധികം തിളങ്ങുന്നതാണ്, നല്ല തിളക്കമുള്ള നിഷ്കളങ്കമായ മുഖമാണ്. പക്ഷേ ഹീസ് നോട്ട് റെഡി ടു ഗോ ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകാൻ മടിയാണ്. അങ്ങനെ തിളങ്ങുന്ന മുഖമുള്ള എന്നാൽ സ്കൂൾ മടിയനായ കുട്ടി. ഇതാണ് സെക്കൻഡ് റോൾ. ആൻഡ് ദെൻ ദ ലവർ, ഇനി മൂന്നാമത്തെ സ്റ്റേജ് ടീനേജ് ഒക്കെ എത്തി. ഈ സമയത്ത് ഹി ഈസ് എ ലവർ, ഒരു കാമുകനായി മാറും. ദെൻ സൈങ് ലൈക്ക് ഫർണീസ്. സൈങ് ലൈക്ക് ഫർണീസ്, ഫർണീസ് എന്ന് പറഞ്ഞാൽ തീച്ചൂള. തീച്ചൂള പോലെ നിശ്വാസങ്ങൾ കഴിക്കുന്ന ഒരു കാമുകൻ. തൻ്റെ കാമുകിയെ കാത്തിരിക്കുന്ന സമയത്ത് അവൻ്റെ നിശ്വാസങ്ങൾക്ക്, അവൻ്റെ ഉച്ഛ്വാസ വായുവിന് വളരെയധികം തിളയ്ക്കുന്ന ആ ഒരു തീവ്രതയാണുള്ളത്.
അത്രത്തോളം അവൻ അഗാധമായിട്ട് ആഗ്രഹിക്കുന്നു തൻ്റെ കാമുകിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാമുകൻ. ആ ഒരു റോളാണ് അടുത്തത്. പിന്നീട് വിത്ത് എ വോഫുൾ ബാലറ്റ് മേഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. വിത്ത് എ വോഫുൾ ബാലറ്റ്, ബാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ പോയം. ഇവിടെ വോഫുൾ ബാലറ്റ്, വോഫുൾ മീൻസ് സാഡ്. In this age he became a poet and began to describe his beloved's eyes and eyebrows. ഈ ഘട്ടത്തിൽ, ഈ ഒരു സ്റ്റേജിൽ അവനൊരു കവിയായി മാറുന്നു. അങ്ങനെ തൻ്റെ കാമുകിയുടെ കണ്ണുകളെക്കുറിച്ചും പുരികങ്ങളെക്കുറിച്ചും ഒക്കെ വിവരിക്കാൻ തുടങ്ങുന്നു തൻ്റെ കവിതയിൽ. ആൻഡ് ഹി ബിഗാൻ ടു റൈറ്റ് അബൌട്ട് ഇമോഷണൽ സോങ്സ്. ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വിരഹം തുളുമ്പുന്ന ഗാനങ്ങളൊക്കെ എഴുതാൻ അവൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു പോയറ്റായി മാറുന്നു. ദെൻ എ സോൾജിയർ, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ദെൻ എ സോൾജിയർ, ഒരു യോദ്ധാവിൻ്റെ. ഇവിടെ പട്ടാളക്കാരൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പോരാളിയാണ്, ജീവിതത്തോട് മല്ലടിക്കുന്ന വ്യക്തി എന്നുള്ള ആ സെൻസിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതായത് പട്ടാളക്കാരനല്ല, മറിച്ച് ഇവിടെ ഒരു പടയാളി അല്ലെങ്കിൽ ഹീസ് ഫൈറ്റിംഗ് വിത്ത് ലൈഫ്, ജീവിതവുമായിട്ട് പോരാടുന്ന ഒരു പോരാളി. ആ സമയത്ത് ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്ട്സ്, വളരെയധികം വിചിത്രമായ പ്രതിജ്ഞകളായിരിക്കും. ഇന്ന് പോകാം അല്ലെങ്കിൽ നാളെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നീളെയാകുന്ന അവസ്ഥയായിരിക്കും. നാളെ അത് വാങ്ങിത്തരാം. ഒരു ഫാമിലി ലൈഫൊക്കെ ആയി കഴിയുന്ന സമയത്ത് വൈഫിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാം എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നാളെ വാങ്ങാം. അങ്ങനെ പല പല സ്ട്രേഞ്ച് പ്ലെഡ്ജസ് ആയിരിക്കും ഉണ്ടാകുക. പല പല വാക്കുകൾ, ചിലപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകാം. അങ്ങനെയുള്ള അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്ട്സ് ആൻഡ് ബിയർഡഡ് ലൈക്ക് എ ലെപ്പാഡ്. പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലെപ്പേർഡ്, ഒരു ലെപ്പേർഡിനെ പോലെ, പുള്ളിപ്പുലി പോലെ ഒരു ഊശാൻ താടിയൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥ. ജലസ് ഇൻ ഓണർ, ഇനി ആർക്കെങ്കിലും ഒരു ബഹുമതിയൊക്കെ കിട്ടിയാൽ അതിൽ അസൂയ പൂണ്ട ഒരു കാലഘട്ടം, അസൂയ ഉളവാകുന്ന കാലഘട്ടം. ദെൻ സഡൻ ആൻഡ് ക്വിക്കിംഗ് ക്വാറൽ, പെട്ടെന്ന് ദേഷ്യം പിടിക്കും. പൈസയൊന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയുള്ള അവസ്ഥയിൽ വൈഫ് എന്തെങ്കിലും വില കൂടിയ സാധനങ്ങൾ പറയുന്ന സമയത്ത് സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ, പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ദെൻ സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ ദ ക്യാനൻസ് മൗത്ത്. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ, ഒരു അംഗീകാരം, നിസ്സാരമായ ഒരു അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തോക്കിൻ കുഴലിൽ അല്ലെങ്കിൽ തോക്കിൻ്റെ മുന്നിൽ വരെ പോകുന്നതിനും മടിയില്ല. ദാറ്റ് മീൻസ് ഹീസ് നെവർ കെയർസ് ഫോർ ഡേഞ്ചേഴ്സ്. അപകടങ്ങളെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം അവന് ഒരു അംഗീകാരം കിട്ടിയാൽ മതി. ആ സമയത്ത് ആരും അംഗീകരിക്കാത്ത അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഏതറ്റം വരെയും പോകും. ഏത് അപകടസന്ധിയും തരണം ചെയ്യാൻ അയാൾക്കൊരു മടിയുമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് ആ ഒരു സോൾജിയറുടെ അവസ്ഥ. സോൾജിയർ മീൻസ് ഇവിടെ പട്ടാളക്കാരൻ, ജീവിതവുമായിട്ട് മല്ലിടുന്ന ഒരവസ്ഥ. പിന്നീട് ആൻഡ് ദെൻ ദ ജഡ്ജ്, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ജഡ്ജിയുടെ അവസ്ഥയാണ്. ജഡ്ജിയുടെ അവസ്ഥ നമുക്ക് നോക്കാം. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാനൽ ലൈൻഡ്, ഇവിടെ നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് ചിക്കനൊക്കെ തിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാംസങ്ങൾ കഴിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു റൗണ്ട് ബെല്ലിയൊക്കെ ഉണ്ടാകും. നല്ല ഫുഡൊക്കെ കഴിച്ച് കുറച്ച് തടിയനൊക്കെ ആയിട്ടിരിക്കും. ആൻഡ് വിത്ത് ഐസ് സിവിയർ ആൻഡ് ബേർഡ് ഓഫ് ഫോമൽ കട്ട്. വിത്ത് ഐസ് സിവിയർ ആൻഡ് ബേർഡ് ഓഫ് ഫോമൽ കട്ട്, ഇവിടെ ഐസ് സിവിയർ മീൻസ് എ ഗുഡ് ഓർ സീരിയസ് അപ്പിയറൻസ്, വളരെ ഗൗരവമുള്ള ഒരു അപ്പിയറൻസ് ആണ് ഈ സമയത്തുള്ളത്. അതേപോലെ മീശയൊക്കെ വെട്ടി ഒതുക്കി, മുടിയൊക്കെ നല്ല സ്റ്റൈലിൽ വെട്ടി ഒതുക്കി, നല്ല സ്റ്റൈലല്ല, ഒരു നല്ല രീതിയിൽ സാധാരണ ഒരു വ്യക്തി, ഫ്രീക്കൻ മോഡലൊന്നും അല്ലാതെ നല്ല രീതിയിൽ വെട്ടി ചീകി ഒതുക്കി വെച്ചേക്കുന്ന ഒരവസ്ഥ, നല്ല അപ്പിയറൻസ് ആണ്. പിന്നീട് ഫുൾ ഓഫ് വൈസ് സോഴ്സ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പഴഞ്ചൊല്ലുകൾ ഉണ്ടാകും. വളരെയധികം വൈസ് സേയിങ്സ് ആയിരിക്കും, ബൗദ്ധികമായിട്ടുള്ള വാക്കുകൾ. ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്, പഴഞ്ചൊല്ലുകൾ പറയും, മോഡേൺ ഉദാഹരണങ്ങൾ പറയും. ആധുനിക കാലഘട്ടത്തിൽ കാണുന്ന ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കും. പക്ഷേ പഴഞ്ചൊല്ലുകളായിരിക്കും എടുക്കുന്നത്. ആ പഴഞ്ചൊല്ലുകൾക്ക് എക്സാമ്പിൾസ് കണ്ടെത്തുന്നത് ആധുനിക ജീവിതത്തിൽ നിന്നായിരിക്കും. ആൻഡ് സോ ഹി പ്ലേസ് ഹിസ് പാർട്ട്, അങ്ങനെ ആ ജഡ്ജിൻ്റെ ജീവിതവും അയാൾ ജീവിക്കും. അങ്ങനെ അടുത്ത സ്റ്റേജും എത്തി. ആൻഡ് ദ സിക്സ്ത് സ്റ്റേജ് ഷിഫ്റ്റ്സ് ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ. ഇനി സിക്സ്ത് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ഓൾഡ് ഏജ് ആയി. ഈ സിക്സ്ത് സ്റ്റേജിൽ
ഷിഫ്റ്റ്സ് ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേഡ് പാൻറ്റലൂൺ. ലീനാണ് ആ സമയത്ത്, നേരത്തെ ഉള്ള റൗണ്ട് ബെല്ലിയൊക്കെ പോയി ഇപ്പോൾ മെലിയും. ഷുഗർ പ്രഷറും ഒക്കെ കൂടിയിട്ട് ഈ സമയമാകുമ്പോഴേക്കും മെലിയും. എന്നിട്ട് ആൻഡ് സ്ലിപ്പേഡ് പാൻറ്റലൂൺ. പാൻറ്റലൂൺ മീൻസ് എ ബഫൂൺ, അല്ല ഒരു കോമാളിയെ പോലെയാകും. സ്ലിപ്പേഡ് പാൻറ്റലൂൺ, ഒരു സ്ലിപ്പറൊക്കെ ഇട്ട് ഒരു കോമാളിയുടെ രൂപത്തിലേക്ക് മാറും. കാരണം പിന്നീട് അങ്ങോട്ട് പറയുന്നു വിത്ത് സ്പെക്ടാക്കിൾസ് ഓൺ നോസ്. മൂക്കിൻ്റെ തുമ്പത്തുണ്ടാവും കണ്ണട, കാരണം കാഴ്ച കുറവാണ്. സോ വിത്ത് സ്പെക്ടാക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. പൗച്ച് മീൻസ് ഹിയർ പേഴ്സ്. അദ്ദേഹത്തിൻ്റെ പണം സൂക്ഷിക്കാൻ, ആൻഡ് ഫോർ കീപ്പിംഗ് ടുബാക്കോ ഓൾസോ. പണവും അതേപോലെ ടുബാക്കോ മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനൊരു പൗച്ചും കയ്യിലുണ്ടാകും. ഒരു വശത്ത് പൗച്ച് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ബാഗ് ഉണ്ടാകും. ദെൻ ഹിസ് യൂത്ത്ഫുൾ ഹോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത്ഫുൾ ഡ്രസ്. ചെറുപ്പകാലത്ത് അദ്ദേഹം ഇട്ട് നടന്ന ആ ഡ്രസ്സായിരിക്കും ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നത്. ചെറുപ്പകാലത്തിൽ ഇട്ടിരിക്കുന്ന പാൻസ് ഇപ്പോഴും അദ്ദേഹത്തിന് ഇടാൻ കഴിയില്ല. ഇടാൻ കഴിയും, പക്ഷെ ഇപ്പം അതിടുന്ന സമയത്ത് ഒരു കോമാളിയെ പോലെ തോന്നും. കാരണം മിഡിൽ ഏജിൽ അദ്ദേഹം നല്ല തടിയനായിരുന്നു. നമ്മൾ പറഞ്ഞു ഹി ഹാസ് എ റൗണ്ട് ബെല്ലി. ആ റൗണ്ട് ബെല്ലിയുള്ള തടിയനായ ഒരു വ്യക്തി ഓൾഡ് ഏജിലേക്ക് എത്തുന്ന സമയത്ത് ലീൻ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ മെലിയുന്ന സമയത്ത് ഒരു കോമാളിയുടെ വേഷമായി തോന്നും. കാരണം ആ മിഡിൽ ഏജിലിട്ട അതേ ഡ്രസ്സ് തന്നെയാണ് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ട് ഓൾഡ് ഏജിൽ വിടുന്നത്. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിങ് അഗെയിൻ ടുവേർഡ്സ് ചൈൽഡിഷ് ട്രബിൾ. അദ്ദേഹത്തിൻ്റെ ആ ഗാംഭീര്യം ഉണ്ടായിരുന്ന ആ ശബ്ദം ചെറിയ കുട്ടിയുടെ ശബ്ദം പോലെയായി മാറി ഈ ഒരു ഘട്ടത്തിലെ ലാസ്റ്റ് സ്റ്റേജിൽ. ദാറ്റ് മീൻസ് ഓൾഡ് ഏജിൽ. ലാസ്റ്റ് സ്റ്റേജ് അല്ല, അതിൻ്റെ തൊട്ട് മുൻപുള്ള ആ ഓൾഡ് ഏജ് 6th സ്റ്റേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദം ചെറിയ കുട്ടിയുടെ ശബ്ദം പോലെയായി മാറി. പൈപ്സ് ആൻഡ് വീസിൽസ് ഇൻ ഹി സൗണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം പൈപ്പ് വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വീസിലടിക്കുന്ന പോലെയോ നമുക്ക് തോന്നും. കാരണം അത്രയ്ക്കും ചൈൽഡിഷ് ആയിട്ടുള്ള ശബ്ദമായി മാറി അദ്ദേഹത്തിൻ്റേത്. Last scene of all that ends this strange eventful history is second childishness and mere oblivion. Sans teeth, sans eyes, sans taste and sans everything. ഇനി ഈ ലാസ്റ്റ് സ്റ്റേജിൽ 7th സ്റ്റേജ് ആകുന്ന സമയത്ത് ഈ ചരിത്രം അവസാനിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് വന്ന ഈ ചരിത്രം, അല്ലെങ്കിൽ ഈ നാടകശാലയിലേക്ക് നമ്മൾ എത്തിയ ഈ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ അവസാന സ്റ്റേജ് ആകുമ്പോൾ കൂടുതൽ ചൈൽഡിഷായി മാറും, കുട്ടിത്തം കൂടുതലായിട്ട് മാറും. അതായത് കുട്ടികളെ പോലെ വാശി പിടിക്കുക, അല്ലെങ്കിൽ ആ കുട്ടികളുടെ അതേ അവസ്ഥ, പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലേക്ക്, ആദ്യം നമ്മൾ വന്ന അതേ സ്റ്റേജിലേക്ക് തന്നെ മടങ്ങും. കിടന്ന ആ കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ, അതേപോലെ തന്നെ പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജിൽ മിയർ ഒബ്ലീവിയൻ, എല്ലാം മറന്നു പോകുന്ന അവസ്ഥ, സ്വന്തം പേര് പോലും ഓർമ്മിച്ചെടുക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലേക്ക് മാറും. ആ സമയത്ത് സാൻസ് ടീത്ത്, പല്ലില്ലാത്ത അവസ്ഥയാണ്, പല്ലുകൾ നഷ്ടപ്പെടുന്നു. സാൻസ് ഐസ്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. സാൻസ് ടേസ്റ്റ് നഷ്ടപ്പെടുന്നു, നമുക്ക് ടേസ്റ്റ് അറിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ആൻഡ് സാൻസ് എവറിത്തിങ്, എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അങ്ങനെ നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നു. അങ്ങനെ ഇത്തരം 7 സ്റ്റേജസ് ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ളത് എന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. ഈ സോണറ്റിലൂടെ ഷേക്സ്പിയറിൻ്റെ അനുഭവ സമ്പത്തും അതേപോലെ ജീവിതത്തിൻ്റെ ആ ഒരു നൈമിഷികതയുമാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇനി ഈ കവിതയിലെ പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിമിലി. സിമിലി മീൻസ് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് കമ്പാരിസൺ ബൈ യൂസിങ് ദ വേർഡ്സ് ആസ് ഓർ ലൈക്ക്. ആസ്, ലൈക്ക് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് ഡയറക്റ്റ് കമ്പാരിസൺ നടത്തുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ, ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ. കുട്ടി സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ, ഒച്ചിനെ പോലെ ഇഴഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ വളരെ പതുക്കെയാണ് സ്കൂളിലേക്ക് പോകുന്നത്, മനസ്സില്ലാ മനസ്സോടെ. സെക്കൻഡ് സ്റ്റേജിലെ ബോയ്ഹുഡ് ഡേയ്സ്, ആ ഒരു കാലഘട്ടത്തിൽ അവൻ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയെ കമ്പയർ ചെയ്യുന്നത് ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിലിനാണ്. അതേപോലെ ദ ലൈഫ് ഓഫ് എ സോൾജിയർ, പിന്നീട് ബാഡഡ് ലൈക്ക് എ പാർട്ട്. ഈ വാക്കുകളൊക്കെ സിമിലിക്ക് എക്സാമ്പിൾസ് ആണ്. Then the next one is metaphor. Metaphor means it is an indirect comparison. ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആണ്, അതായത് ഒരു വസ്തു അതാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിനെയാണ് മെറ്റാഫർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്, ലൈഫ് ഈസ് എ സ്റ്റേജ്.
അദ്ദേഹം പറയുന്നു, തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ലൈഫ് ഈസ് എ സ്റ്റേജ് ആൻഡ് വി ആർ മിയർലി പ്ലേയേഴ്സ്. നമ്മൾ ഈ ലോകമാകുന്ന നാടകശാലയിലെ കളിക്കാരാണ് അല്ലെങ്കിൽ കഥാപാത്രങ്ങളാണ് എന്ന് പറയുന്ന മെറ്റഫോർ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എക്സ്റ്റെൻഡഡ് മെറ്റഫോർ. നെക്സ്റ്റ് റെപ്പറ്റീഷൻ. ഈ കവിതയിലെ ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് അനാഫറ ആണ്. അനാഫറ മീൻസ് റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ്. എക്സാമ്പിൾ സാൻസ്, അതേപോലെ ആൻഡ്, ഈ രണ്ട് വാക്കുകൾ. ഏജ്, ആ വാക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് സിനക്ഡക്കി. സിനക്ഡക്കി മീൻസ് എ പാർട്ട് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഹോൾ. എക്സാമ്പിൾ മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോസ് ആൻഡ് ദെൻ ദ ജസ്റ്റിസ്. ഈ വരികളിലാണ് we can see synecdoche, the figure of speech synecdoche. Then the next one is alliteration. Alliteration is the repetition of consonant sounds. Consonant sounds repeat ചെയ്ത് വരുന്നതിനെയാണ് alliteration എന്ന് പറയുന്നത്. Example, his shrunk shank. S sound is repeating in shrunk shank. Next one, quick to quarrel. Quick to quarrel. Next figure of speech is onomatopoeia. Onomatopoeia means the words expressing the sounds. Example, pipes and whistles. Next here, as in written, it is a figure of speech in which coordinating conjunctions like and, or, but, etc. are avoided. Example, sans teeth, sans eyes, sans taste, sans everything. ഇത്രയുമാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.